ആ ഉണക്ക തങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്റെ മെസ്സി എന്റെ 2500 റുപ്യ അയാള് വെള്ളം എന്റെ മെസ്സി ജയിക്കുന്നല്ലേ പറഞ്ഞ് അയാൾ ഞാൻ ശരിയാക്കി കൊടുക്കണ്ട്. എന്റെ മെസ്സി അർജന്റീന ജയിക്കൂല. അല്ലോ തങ്ങളെ അന്ന് അർജന്റീന ജയിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് വന്നില്ലേ? ആ പെണ്ണ് ഇങ്ങോട്ട് വരണേ. ഇത് കണ്ട ഈ വണ്ടി മുഴുവൻ അയാൾ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയതാ. അതിലേക്ക് 2500 റുപ്യ ഉണ്ട്. അയാളെ ഞാൻ ശരിയാക്കി തരാം. തങ്ങളെ വാതിലടിച്ച് പുറക്കാത്തിരിക്കല്ലേ നിങ്ങള്? നമ്മളെ കാണുന്നില്ലല്ലോ. അയാളെ ചെലപ്പോ എങ്ങാനും നമ്മളെ കണ്ടോ ഓടും. ഓ പഠിച്ച അമ്മയാലെ മഴയും പെയ്താ. ഓ അയാളെ കൊട തോന്നുന്നു. കൊടെങ്കി കൊട. അയാളെ അപ്പുറത്തെ കൂടി മുങ്ങുമ്പോക്കിന് ഓടാം. അവിടെ നിൽക്കും തങ്ങള്. അയാളെ അപ്പുറത്ത് കൂടി ഓടുമ്പോ ഇപ്പുറത്തേക്ക് സംഭവം മനസ്സിലായിരിക്കണം മോളെ. എന്തിനും പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒന്നും തന്നെ ഇല്ല. എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട്. പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. മാധ്യമങ്ങൾ പലഹാരം ഉണ്ടാക്കിയത് ഇന്റെ 2500 റുപ്യ ഞാൻ നിങ്ങൾക്ക് എണ്ണി തന്നത്. അതും ഇന്റെ അസർപ്പ് തേങ്ങ പൊളിച്ച പൈസയാണ്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങളെ വെള്ളാണ്ട് ഊതിയാണ്ട് കൊടഞ്ഞാ മെസ്സി ജയിക്കൂന്നല്ലേ? എന്നിട്ട് എവിടെ ജയിച്ച് മര്യാദക്കിന്റെ പൈസ മോളെ തങ്ങള് പറയട്ടെ. തങ്ങള് പറയണേ ഒന്ന് കേൾക്ക്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പെരേന്നാന്ന് പുറത്തേക്ക് പോയത്. എന്നിട്ട് എന്താ ഉണ്ടായി? ഇന്റെ മെസ്സിക്ക് ഒരു ഗോൾ എടുക്കാൻ പറ്റിയ ഇതും പിടിച്ച് ഞാൻ നടക്കാണ്. പൊന്നാര മോളെ ഞാനൊന്ന് പറയുന്നത് ഈ ഒന്ന് കേൾക്ക്. ഞാനൊരു വെള്ളം തന്നിരുന്ന തങ്ങളിപ്പാട് അവിടുന്ന് മന്ദിരിച്ച് കൊടുന്നു വെച്ചിട്ടുള്ള വെള്ളം അത് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതിനാ തന്നത്. ഈ ഓരോ തുള്ളി കുടിക്കുമ്പോഴും മെസ്സി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളടിക്കോലോ ജയിക്കോലോ. നിങ്ങളെ ചെയ്തുണ്ടാവില്ല കൃത്യമായിട്ട്. ആ വെള്ളം ഓരോ തുള്ളി ഇങ്ങനെ കുടിക്കുമ്പോഴും മെസ്സി 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 എന്ന് പറയണോ? നിങ്ങൾ കുടിച്ചെങ്കിൽ ഏതെങ്കിലും ഒരു തുള്ളിയിൽ പറയാതിരുന്നുണ്ടാവും. അതിന്റെ ഫലം പോവും. അല്ല ഞാൻ പറഞ്ഞിക്കണേ പറഞ്ഞു മറന്നുപോയ. ഇനിയിപ്പൊ ഞാൻ അങ്ങനെ മറന്നുപോയെങ്കിൽ മറന്നുപോയി. അതൊക്കെ നിക്കട്ടെ. ഇക്കെന്റെ 2500 റുപ്യ ഇപ്പൊ കിട്ടണം. ഒരു തോറ്റ ഏതായാലും തോറ്റ്. ഇനി ഞാനത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്റെ പൈസക്ക് ഇപ്പൊ കിട്ടണം. എന്നാലേ ഞാൻ അവിടുന്ന് പോവുള്ളൂ. അല്ല സർബേ മതി. ആയിക്കോട്ടെ മോളെ. അന്റെ 2500 റുപ്യ ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ. പോരെ? ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ വന്ന് പോയതിന് ശേഷം സ്പെയിന്റെ ആളുകൾ വന്നിരുന്നു. ഐസുവിനോട് ചോദിച്ചു നോക്ക്. അവർ 5000 റുപ്യം തന്ന് ഞാൻ വെള്ളം മന്ദിരിച്ച് കൊടുക്കുകയും ചെയ്ത് ഓരോ തുള്ളി കുടിക്കുമ്പോഴും യമാല് 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 എന്ന് പറയണം. അവര് കൃത്യമായിട്ട് ചെയ്തപ്പോ അവർക്ക് അതിന്റെ ഫലം കിട്ടി. അല്ല ഐസോ? ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് വന്നിട്ട് 10000 റുപ്യ പിന്നെയും തങ്ങൾക്ക് തന്ന്. സംശയന്റെ ഐസുവിനോട് ചോദിച്ചോ. പറയുന്നതേ അതേപോലെ കേക്കും വേണോ, ബോൾ ഇങ്ങനെ കാൽമ കിട്ടിയും വേണം. അല്ലെങ്കിലേ ജയിക്കാൻ പറ്റൂ. അല്ലാതെ പറച്ചോ വിചാരിച്ചാലും ജയിക്കാൻ പറ്റില്ല. അതിപ്പോ ഇത്ര വലിയ പറയാനൊന്നുമില്ല. ഒരു ബോളിന്റെ ഒപ്പം 10-20 ആൾക്കാർ ഓരോ പിന്നെ അങ്ങനെ തന്നെ അല്ലേ? ആരായാലും ജയിക്കൂല, തോൽക്കും. നിങ്ങൾ മക്കൾ കുടിയിൽക്ക് പോയിക്കോളൂ. നിങ്ങളെ 2500 റുപ്യ വേണ്ടി അത് ഞങ്ങള് ജിപേ ചെയ്തുതരാം. അത് ഞാൻ ഈ ഗേറ്റ് കടക്കുമ്പോഴൊക്കെ എന്റെ ഫോണിൽ എത്തണം. ആയിക്കോട്ടെ. ഇല്ലാന്നുണ്ടെങ്കിലേ ഈ ഹസീനാന്റെ താന് കോണങ്ങളറിയും. വാ പോവാ. ഐസോ നിന്റെ ഊത്തി എവിടെയോ ഒന്ന് പേച്ചിട്ടുണ്ട്. എന്തായാലും തടി കിട്ടിയാലോ? കഴിച്ചിലായി.